പ്രിയമുള്ള സഹോദരങ്ങളെ, ജോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തില് അതിന്റെ 4-ാം തിരുവചനത്തിൽ ഒരു കാര്യം പറഞ്ഞു വയ്ക്കുകയാണ്. അശുദ്ധമായതിൽ നിന്ന് ശുദ്ധമായത് ഉണ്ടാക്കാൻ ആർക്ക് കഴിയും? ആർക്കും സാധിക്കുകയില്ല. പ്രിയമുള്ളവർ, ഈ വചനത്തിന്റെ വെളിച്ചത്തില് നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, സഭയ്ക്ക് പുറത്ത് ഒത്തിരിയധികം വ്യക്തികൾ പറയുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധ കന്യകാമറിയം മൊട്ടത്തോടാണ്, ചീമൊട്ടയാണ്, മാതാവിനോട് പ്രാർത്ഥിക്കേണ്ട. പ്രിയമുള്ളവർ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന വ്യക്തികൾ ആര് തന്നെ ആയാലും അവർ ക്രിസ്തുവിനെ ചെറുതാക്കുകയാണ്, ക്രിസ്തുവിനെ അവഹേളിക്കുകയാണ്. കാരണം പിതാവായ ദൈവം പോലും ക്രിസ്തുവിനെ ഭൂമിയിലോട്ട് കൊണ്ടുവരാൻ ആദ്യമേ തെരഞ്ഞെടുത്തത് നമ്മുടെ ഈ മറിയത്തെയാണ്. ഈ മറിയം നല്ല വൃക്ഷമായതുകൊണ്ടാണ് ഈ നല്ല വൃക്ഷത്തിന് നല്ല ഫലം പുറപ്പെടുന്നത്. കാരണം ലൂക്കായുടെ സുവിശേഷം 6:43 പറയുന്നുണ്ട്, അതിന്റെ ഹെഡിങ് എഴുതി വെച്ചിരിക്കുകയാണ്, നല്ല വൃക്ഷത്തിൽ നിന്ന് മാത്രമേ നല്ല ഫലം പുറപ്പെടുകയുള്ളൂ, ചീത്ത വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലങ്ങളും. അത് ബാക്കി വചനങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, മുന്തിരിയിൽ നിന്ന് ഞെരിഞ്ഞലിന്റെ ഫലമോ ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിയുടെ ഫലമോ ലഭിക്കുന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയം മോശമാണെങ്കിൽ ഒരിക്കലും മറിയത്തിൽ നിന്ന് നല്ലൊരു ഫലം ഉണ്ടാവത്തില്ല. യേശുവിനെ ഒരു ഫലമായിട്ട് നമ്മൾ ഉപമിക്കുകയും മറിയത്തെ ഒരു വൃക്ഷമായിട്ട് ഉപമിക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവർ, ലൂക്ക 6:43 പ്രകാരം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയത് സുവിശേഷമാണ്, പഴയ നിയമമല്ല, പുതിയ നിയമത്തിലെ കാര്യമാണ്. ലൂക്ക 6:43 വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം, നല്ല വൃക്ഷത്തിൽ നല്ല ഫലം. അതുപോലെ തന്നെ ജോബ് 14:4 നമ്മൾ വായിച്ചു കേട്ടു, അശുദ്ധമായതിൽ നിന്ന് ഒരിക്കലും ശുദ്ധമായത് ഉണ്ടാക്കാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. ആരെക്കൊണ്ടും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തിനും പറ്റത്തില്ല. കാരണം അശുദ്ധമായതിൽ നിന്ന് എങ്ങനെ ശുദ്ധമായത് കിട്ടും? അതുകൊണ്ട് പ്രിയമുള്ളവരെ, മറിയം അശുദ്ധമായ ഒരു സ്ത്രീയാണ്. അവൾ വിശുദ്ധിയല്ല, മൊട്ടത്തൊണ്ടാണ്, ഭദ്രകാളിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വൃത്തികെട്ട ഒരു സ്ത്രീയാണെന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, മറിയത്തിൽ നിന്ന് പുറപ്പെട്ട യേശു അതിനേക്കാൾ മോശമാണെന്നല്ലേ അർത്ഥം? കാരണം ചീത്ത ഫലമേ പുറപ്പെടുകയുള്ളൂ. മുന്തിരിയിൽ നിന്ന് മുന്തിരിയുടെ ഫലം അല്ലാണ്ട് മുന്തിരിയിൽ നിന്ന് ഞെരിഞ്ഞിലിന്റെ ഫലം കിട്ടത്തില്ല. ഞെരിഞ്ഞിൽ നിന്ന് ഒരിക്കലും മുന്തിരിപ്പഴവും കിട്ടത്തില്ല. അപ്പൊ മറിയം ഞെരിഞ്ഞിലിനെ പോലെയും ചീത്ത വൃക്ഷവുമാണെങ്കിൽ യേശു അതിനേക്കാൾ മോശമാണെന്നല്ലേ ഈ സഭയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് ഇവർ പ്രഘോഷിക്കുന്നത്? പ്രിയമുള്ളവരെ, യേശുവിന്റെ ദൈവത്വത്തെ തള്ളിപ്പറയുന്ന ഈ സുവിശേഷ പ്രഘോഷണം ഇത് സുവിശേഷം അല്ല, ദൈവം ആഗ്രഹിക്കാത്തതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് തെറ്റുപറ്റിപ്പോയെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. കാരണം ഈ വചനത്തിന്റെ വെളിച്ചത്തില് നമ്മൾ മനസ്സിലാക്കുക, ചിന്തിക്കുക, മറിയം നല്ല വൃക്ഷം ആയതുകൊണ്ടാണ് യേശു നല്ല ഫലമായത്. അതുകൊണ്ടാണ് മറിയത്തെ ദൈവം അമലോത്ഭവമാക്കി സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഊനമറ്റ ഒരു കുഞ്ഞാടായിരിക്കണം യേശു ക്രിസ്തു. അതുകൊണ്ട് മറിയത്തെ ആദ്യമേ അമലോത്ഭവമാക്കി സൃഷ്ടിച്ചു. പ്രിയമുള്ളവരെ, മറിയം അമലോത്ഭവമായി എന്ന് പറയുമ്പോൾ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം യേശു ക്രിസ്തുവിന്റെ പീഡകളുടെ യോഗ്യതയാലാണ് ഇന്ന് മാമോദിസ സ്വീകരിക്കുന്ന ആയിരങ്ങൾ, 10,000 ജന്മപാപത്തിൽ നിന്ന് ജന്മപാപം അവരുടെ നിന്ന് മാറിപ്പോകുന്നത്. ഇത് യേശു ക്രിസ്തുവിന്റെ പീഡകളുടെ യോഗ്യത ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടുന്നത് പോലെ യേശു ദൈവമായതുകൊണ്ട് യേശുവിന്റെ പീഡകളുടെ യോഗ്യത നേരത്തെ തന്നെ മുൻകൂർ മറിയത്തിന് കൊടുത്തു. കാരണം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതല്ലേ ലൂക്ക 1:37 എഴുതി വെച്ചിരിക്കുന്നത്. കാരണം നമ്മളെ പോലെ ഒരു മനുഷ്യനല്ല ദൈവം മനുഷ്യരൂപം ധരിച്ചു വന്നെങ്കിലും ദൈവം തന്നെയാണ്. അപ്പൊ ദൈവത്തോട് നമ്മൾ ഒരിക്കലും നമ്മൾ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ പീഡകളുടെ യോഗ്യത ഇന്ന് നമുക്ക് ലഭിക്കുന്നത് പോലെ തന്നെ ദൈവത്തിനും മറിയത്തെ അമലോത്ഭവമായി സൃഷ്ടിക്കുക ആവശ്യമായിരുന്നു. എന്തിനു വേണ്ടി? എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി. കാരണം യേശു ഒരു പാപിയായ ഒരു വ്യക്തിയാണെങ്കിൽ, മറിയം അമലോത്ഭവം അല്ലാത്ത ഒരു വ്യക്തിയാണ് പാപിയാണെങ്കിൽ, പാപിയായ ഒരു വ്യക്തിയിൽ നിന്ന് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി ബലിയാകാൻ പറ്റത്തില്ല. പാപമില്ലാത്ത, പാപക്കറയില്ലാത്ത ഒരു രക്തവും ശരീരവും ഈശോയ്ക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുകൊണ്ട് മറിയത്തെ അമലോത്ഭവമാക്കി സൃഷ്ടിച്ചു. അതുകൊണ്ട് നമ്മൾ ഇതിലൊന്നും ചെറുതാകേണ്ട ഒരാവശ്യവുമില്ല. ദൈവം തന്നെ ആദ്യമേ നമുക്ക് വേണ്ടി ചെറുതായി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എളിമയോടുകൂടി നമ്മൾ കടന്നു വരിക. യേശു ക്രിസ്തുവിനെ നമ്മൾ നല്ല ഫലമാക്കി നമ്മൾ കാണുമ്പോൾ മറിയത്തെ ചീത്ത വൃക്ഷമാക്കി കാണിക്കുന്നത്, പ്രിയമുള്ളവരെ, ഒരിക്കലും അതൊരു ആത്മീയത പോലുമല്ല. നമുക്കറിയാം, വീണ്ടും ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിന് പോലും അറിയാം, പ്രിയമുള്ളവരെ, ഒരിക്കലും മറിയം ഒരു മൊട്ടത്തൊണ്ടുമായിട്ട് ഉപമിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. കാരണം അത് നോർമൽ കോമൺ സെൻസ് ഉള്ള എല്ലാ വ്യക്തികൾക്കും മനസ്സിലാകുന്ന വലിയൊരു സത്യമാണ്. കാരണം ഒരു കോഴിക്കുഞ്ഞിനെ നമ്മള് അതിന്റെ അമ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പലരും പറയുന്ന, സഭയ്ക്ക് പുറത്ത് പലരും പറയുന്ന ഇതാണ്, ഒരു കോഴിക്കുഞ്ഞ് വിരിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ മുട്ടത്തൊണ്ട് വേസ്റ്റാണ്, അത് വേസ്റ്റ് കുഴിയിലേക്ക് അല്ലെങ്കിൽ വേസ്റ്റായിട്ട് നമ്മൾ എടുത്ത് വലിച്ചെറിഞ്ഞ് ദൂരെ കളയും. അതുപോലെ അല്ലൊരിക്കലും മറിയം. അവര് പറയുന്ന ഒരു കാര്യം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, മറിയം യേശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ മറിയം ഈ മുട്ടത്തൊണ്ട് പോലെ വേസ്റ്റായി പോവുകയാണ്.
പ്രിയമുള്ളവർ, ഇതിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. 5 പൈസയുടെ പോലും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു തെറ്റായ പ്രബോധനമാണിത്. കാരണം എന്താ വെച്ചാൽ, ഒരു കോഴിക്കുഞ്ഞിന്റെ അമ്മ എന്ന് പറയുന്നത് മുട്ടത്തൊണ്ടല്ല, മുട്ടയിട്ട തള്ളക്കോഴിയാണ്. ഈ മുട്ടത്തൊണ്ടും കോഴിക്കുഞ്ഞും തമ്മിൽ ഒരു ബന്ധവുമില്ല. ബന്ധം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് മുട്ട കാച്ചി കുടിക്കാൻ പറ്റത്തില്ല, കോഴിയെ കറക്കാനുള്ള സംവിധാനമില്ല. അതിനുവേണ്ടി ഇത് പുഴുങ്ങി തിന്നണമെങ്കിൽ, ഇത് ചോറിന്റെ അകത്തിട്ട് പുഴുങ്ങി തിന്നണമെങ്കിൽ, അല്ലെങ്കിൽ തളച്ച വെള്ളത്തിലിട്ട് പുഴുങ്ങി തിന്നണമെങ്കിൽ, അല്ലെങ്കിൽ പ്രിയമുള്ളവർ ഇത് ഓംലേറ്റ് അടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോഴിയുടെ അടിയിൽ അടവെക്കണമെങ്കിൽ ഇതിനൊരു കവറിങ് ആവശ്യമുണ്ട്. ഇതൊരു വെറും കവറിങ് മാത്രമാണ്. പശുവിനെ നമുക്ക് കറക്കാനുള്ള സംവിധാനം ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു കവറിങ്ങിന്റെ ആവശ്യമില്ല, ഒരു മുട്ടത്തൊണ്ടിന്റെ പോലത്തെ ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ പശു മുട്ടയിടേണ്ട വന്നേനെ. പ്രിയമുള്ളവർ, ദൈവം ഓരോ ജീവികൾക്കും ഓരോ സംവിധാനം, അതുകൊണ്ട് കോഴിമുട്ടയുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മുടെ എല്ലാ അമ്മ, ലോകത്തിലുള്ള എല്ലാവരും, നമ്മുടെ എല്ലാവരുടെയും അമ്മമാരുടെ യൂട്രസിന്റെ ഉള്ളിലാണ് നമ്മൾ കിടന്നത്. വയറ്റിൽ എന്ന് പറയുമ്പോൾ യൂട്രസിന്റെ ഉള്ളിലാണ്. ഈ യൂട്രസ് ഒരു കവറിങ് ആണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ കോഴിയുടെ ഉള്ളിൽ ഈ എന്താണ് മഞ്ഞയും വെള്ളയും എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട ഈ മഞ്ഞക്കരു അല്ലെങ്കിൽ വെള്ള, അത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ദൈവം സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു മാർഗമാണ് ഈ മുട്ടത്തൊണ്ടെന്ന് പറയുന്ന കവറിങ്. അല്ലാണ്ട് കോഴിക്കുഞ്ഞിന്റെ അമ്മ എന്ന് പറയുന്നത് മുട്ടത്തൊണ്ടല്ല, ഈ മുട്ടയിട്ട തള്ളക്കോഴിയാണ് കോഴിക്കുഞ്ഞിന്റെ അമ്മ. അല്ലെങ്കിൽ ഈ മുട്ടയിട്ട ഒരു കോഴിയുണ്ട്, അതാണ് അതിന്റെ തള്ള എന്ന് പറയുന്നത്, അല്ലെ അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തെ മുട്ടത്തൊണ്ടുമായിട്ട് ഉപമിക്കുമ്പോൾ മനസ്സിലാക്കുക, നോർമൽ കോമൺ സെൻസ് പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംസാരമാണ്, ഒരു പ്രബോധനമെന്ന് പോലും ഒരിക്കലും അതിനൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു തെറ്റായ ചിന്ത, 5 പൈസയുടെ പോലും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു സംസാരമാണത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കുക, ദൈവത്തെ, നമ്മൾ മറിയത്തെ അംഗീകരിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ ഉയർത്തുകയാണ്, ദൈവത്തിന്റെ സംവിധാനത്തെ ഉയർത്തുകയാണ്. ഇതാണ് ആത്മീയത. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും മറിയത്തിലേക്ക് കടന്നു വരാം. മറിയം ദൈവമല്ല എങ്കിൽ പോലും ദൈവത്തിന്റെ സംവിധാനത്തെ നമുക്ക് അംഗീകരിക്കാം, ഉൾക്കൊള്ളാം, സ്നേഹിക്കാം. പ്രൈസ് ദി ലോർഡ്.